കൊല്ലം ജില്ലയിലെ 6 സെൻറ്റിൽ നമ്മളൊരു 9 മാസം മുമ്പ് നമ്മുടെ ഓഫീസ് ഹാൻഡ് ഓവർ ചെയ്ത ഒരു പ്രൊജക്റ്റിൻ്റെ ഡിസൈൻ ഡീറ്റെയിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. 6 സെൻറ്റാണ് നമുക്ക് വന്നിരിക്കുന്ന പ്ലോട്ട്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. അപ്പോൾ അതിൽ 2 ബെഡ്റൂം ഉൾപ്പെടെ സ്റ്റെയർ റൂമും കൂടി നമ്മൾ 1500 സ്ക്വയർ ഫീറ്റിലാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. ബിൽഡിങ്ങിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യഥാർത്ഥ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ക്ലാഡിങ് വെച്ചിട്ടുള്ള ഒരു ഫസാഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫസാഡ് തന്നെയാണ്, ഈസ്റ്റിലേക്കുള്ള ഫസാഡ് തന്നെയാണ് വീടിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ലാർജർ വിൻഡോസ്, അതുപോലെ തന്നെ മാക്സിമം സൺലൈറ്റ് അകത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പെർഫറേറ്റഡ് ഓപ്പണിങ്സ്, ഇതൊക്കെയാണ് നമ്മൾ ബിൽഡിങ്ങിൽ ചെയ്തിരിക്കുന്നത്. ഡിസൈൻ സ്റ്റേജിൽ മിക്ക ക്ലയൻസിനും ഫ്രണ്ടിൽ ടോയ്ലറ്റ് വരുമ്പോഴത്തേക്ക് ഒരുപാട് കൺസേൺസ് വരാനുണ്ട്. ഈ ഒരു പ്രൊജക്റ്റിലും അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് സൈഡിലാണ് ടോയ്ലറ്റ് വരുന്നത്. പക്ഷേ ഫസാഡിൽ ടോയ്ലറ്റ് വന്നതുകൊണ്ട് തന്നെ നമ്മളതിനൊരു ജാളി കവറിങ് കൊടുത്തിട്ടാണ് പാച്ചപ്പ് ചെയ്തിരിക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടെന്ന് യാതൊരു വിധവും ഒരാൾക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് ഫസാഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന് പുറകിൽ കണ്ടാൽ മനസ്സിലാവും എക്സോസ്റ്റ് ഫാനുണ്ട്. പിന്നെ നമ്മളവിടെ ഒരു പ്ലാന്റർ ബോക്സ് കൊടുത്ത് വീടിൻ്റെ ഫസാഡുമായിട്ട് കൂടുതൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈസ്റ്റ് സൈഡിലേക്ക് തന്നെയാണ് സിറ്റ് ഔട്ടും വീടിൻ്റെ എൻട്രൻസും നമ്മൾ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണാൻ പറ്റും ഒരു മാറ്റ് ഫിനിഷ് ടൈല് കൊടുത്തിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ ഒരു പ്ലാന്റർ ബോക്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഡബിൾ ഹൈറ്റ് സ്പേസിൽ തന്നെയാണ് സിറ്റ് ഔട്ടും പോകുന്നത്. ഏകദേശം നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു വോളിയം കിട്ടുന്ന ഒരു സ്പേസ് തന്നെയാണ് സിറ്റ് ഔട്ട്. ഫ്രണ്ടിൽ നമ്മൾ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് മാക്സിമം ലൈറ്റ് നമ്മളുടെ ഈ സിറ്റ് ഔട്ടിലേക്ക് നാച്ചുറൽ ലൈറ്റ്, ഈസ്റ്റിൽ നിന്നുള്ള ലൈറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ വിൻഡോസ്, വലിയ വിൻഡോസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതും വുഡ് ഉപയോഗിച്ചിട്ടുള്ള വിൻഡോസ് അല്ല നമ്മൾ ത്രൂ ഔട്ട് ദി ഹൗസ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് UPVC ആണ്. ഗ്രിൽസ് വെച്ചിട്ടുള്ള ഒരു സേഫ്റ്റി ഫീച്ചർ കൊടുത്തതിന് ശേഷം UPVC വിത്ത് ഗ്ലാസ് ആണ് നമ്മളിവിടെ നൽകിയിരിക്കുന്നത്. ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആയിരുന്ന ക്ലയൻസിന് റിട്ടയർമെൻറ്റ് ഹൗസ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മളടുത്ത് ഷെയർ ചെയ്തത്. സോ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് അവരുടെ ലൈഫിനോട് എങ്ങനെ ഉള്ള ഒരു ആംബിയൻറ്റ് ഹൗസാണ് വേണ്ടത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വുഡൻ ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മെയിൻ ഡോറായിട്ട്. വുഡൻ ഡോറിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുള്ള് നമ്മൾക്ക് വലിയ കാർവിങ്സോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് നമ്മൾ വുഡിൽ റൂട്ടർ വെച്ചിട്ടുള്ള പിയേഴ്സിങ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ഹാൻഡിൽ, മെയിൻ ഡോറിൻ്റെ ഹാൻഡിലും വുഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ അകത്തളത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്പേസ് എന്ന് പറയുന്നത് ലിവിങ് ഏരിയ ആണ്. 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സോഫ, അതുകൂടാതെ തന്നെ നമുക്കൊരു TV യൂണിറ്റ്, പിന്നെ 2 സൈഡിലും വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോസ്, ഇത്രയും നമ്മൾ ലിവിങ് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ലിവിങ് ഏരിയ ആണ്. പക്ഷേ എന്നാൽ പോലും ലിവിങ് ഏരിയയുടെ ഫങ്ഷൻ എല്ലാം നടക്കാൻ വേണ്ടിയിട്ടുള്ള ഫർണിച്ചർ അലൈൻമെൻറ്റ്, ഓറിയൻറ്റേഷൻ, സ്പേസ് മാനേജ്മെൻ്റ് എല്ലാം ഈ ഏരിയയിൽ ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയയുടെ സീലിങ്ങിൽ നമ്മൾ പ്ലെയിൻ ഫോൾ സീലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ വാം ലൈറ്റായിട്ട് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റിംഗ് എന്ന് പറയും. അപ്പം ഈ പ്രൊഫൈൽ ലൈറ്റാണ് നമുക്ക് ലിവിങ് ഏരിയയിലേക്ക് ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എലമെൻറ്റ്. ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ലീഡ് ചെയ്യുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയ പ്ലസ് സ്റ്റെയർ ഏരിയ ആയിട്ട് വലിയൊരു ഹോളായിട്ടാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് സ്റ്റെയർ യൂണിറ്റ് കാണാം. സ്റ്റെയർ യൂണിറ്റിൽ നമ്മൾ MS ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഏറ്റവും വലിയ സ്പേസ് അല്ലെങ്കിൽ സെൻട്രൽ ഏരിയ എന്ന് പറയുന്നതാണ് ഈ കോർട്ട്യാർഡും സ്റ്റെയറും ഡൈനിങ് ഏരിയ അടങ്ങുന്ന ഈ ഒരു വലിയൊരു ഹാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു മെയിൻ ഫീച്ചർ എന്ന് വെച്ചാൽ സ്റ്റെയർ യൂണിറ്റിനെ ചുറ്റിയിട്ടുള്ള ഒരു കോർട്ട്യാർഡ്. സ്റ്റെയർ യൂണിറ്റിന് താഴെ തന്നെ നമ്മൾ കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഡൈനിങ് ഏരിയ തൊട്ടടുത്ത് തന്നെയാണ്. ഡൈനിങ് ഏരിയയിലൂടെയുള്ള കോമൺ വാഷ് ഏരിയ നമ്മൾ സ്റ്റെയറിൻ്റെ താഴെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
പലപ്പോഴും വീടുകളിൽ ഡബിൾ ഹൈറ്റ് സ്പേസ് അല്ലെങ്കിൽ ഒരു എൻലാർജ്ഡ് ഏരിയ നമുക്ക് മുകളിൽ നിന്നാൽ താഴത്തെ ഏരിയ കൂടി കാണാൻ പറ്റുന്ന ഒരു ഏരിയ കൊടുക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സ്പേസിൽ നിന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ്. കൂടാതെ തന്നെ സ്റ്റെയറിൻ്റെ ലാൻഡിങ് വരുന്നുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ ഏരിയയുമായിട്ട് പെട്ടെന്ന് കണക്ഷൻ കിട്ടും. അതുപോലെ തന്നെ ഒരു ബിൽഡിങ്ങിലെ ചൂടിനെ അകത്തളത്തിലുള്ള ചൂടിനെ ഹീറ്റിനെ കുറയ്ക്കാനും ഈ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് സഹായിക്കും. ഡൈനിങ് ഏരിയയും കിച്ചൺ സ്പേസും നമുക്ക് അടുത്തടുത്തായിട്ടാണ് വരുന്നത്. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് നമ്മളവിടെ ട്രൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് കിച്ചണിനൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും നമുക്ക് കിച്ചൺ സ്ലാബ് വരുന്നുണ്ട്. ഫ്രിഡ്ജ് ഏരിയ, സിങ്ക്, സ്റ്റൗ എല്ലാം നമ്മൾ വർക്കിംഗ് ട്രയാങ്കിൾ എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നമ്മൾ മാറ്റ് ഫിനിഷ് ടൈലും അല്ലാതെ ത്രൂ ഔട്ട് നമ്മൾ ഫ്ലോറിങ്ങിൽ ഗ്ലോസി ഫിനിഷുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്.